ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരായ CPIM സംഘടനാ നടപടി വൈകും. പാർട്ടിതല നടപടി കുറ്റപത്രം സമർപ്പിച്ച ശേഷം മതിയെന്നാണ് ധാരണ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPIM നേതാക്കൾക്കെതിരെ മൊഴി നൽകുമെന്ന് പേടിച്ചാണ് നടപടിയെടുക്കാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ തൽക്കാലം സംഘടനാ നടപടി വേണ്ടെന്ന് വെള്ളിയാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃത്വം ഈ നിലപാട് ആവർത്തിച്ചു. പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പത്മകുമാറിന് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപത്രം വന്ന ശേഷമേ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ കുറ്റപത്രം നൽകുകയുള്ളൂ എന്നതും ഈ തീരുമാനത്തിന് CPIMനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ CPIMന് ഭയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അറസ്റ്റ് പിന്നാലെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി കൂടി വന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിലാകുമോ എന്ന ആശങ്കയിലാണ് അച്ചടക്ക നടപടി നീട്ടിവെക്കുന്നതെന്നും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.